വേറെ നല്ല 2500 സ്ക്വയർ ഫീറ്റ് കിട്ടിലും വീട് നിങ്ങളെ കാത്തിരിക്കുകയാണ്. വീട് മാത്രമല്ല 2ാം സമ്മാനം എന്ന് വരുന്നത്. സുഹൃത്തുക്കളെ, രേണു സുധിയും പിന്നെ ഏതാ മറ്റേ പയ്യനും 2000 എത്രയോ. നിങ്ങൾ ആ വീടിന്റെ വലിപ്പം നോക്കണോ, യജാതി വീടല്ലയോ. കണ്ടില്ലേ ആ വീട്? 500 റുപ്യക്ക്. ഇതേപോലെ 500 റുപ്യക്ക് 1000 റുപ്യക്കും വീട് തരാന്ന് പറഞ്ഞ വേറൊരു മനുഷ്യൻ ഉണ്ടായിരുന്നു, പാണ്ടിക്കാട് കുഞ്ഞൻ. എന്നിട്ട് എന്ത് ചെയ്തു? ആ വീട് കൊടുത്തില്ല എന്ന് മാത്രമല്ല, ഗംഭീരമായിട്ടുള്ള കള്ളക്കളി. 50 ലക്ഷത്തിന് കടമുണ്ടെന്ന് പറയുക, എന്നിട്ട് ആ വീട് ഇങ്ങനെ ലോട്ടറി ടിക്കറ്റ് വെക്കുന്ന പോലെ വിൽക്കാൻ വയ്ക്കുക. അവസാനം ആ വീട് അവരെ ബന്ധുക്കൾക്ക് തന്നെ അടിക്കുക. 50 ലക്ഷത്തിന്റെ വീട് 500 കോടിക്ക് ടിക്കറ്റ് വെക്കുക. എത്ര കോടിയാണ് പാണ്ടിക്കാഞ്ഞൂട് കുഞ്ഞനൊക്കെ കിട്ടുന്നതിൽ പിടുത്തമില്ല. നോക്കിക്കോളുന്നേ കുഞ്ഞൻ പറയുന്ന വർത്തമാനങ്ങൾ. ഞാനും മലപ്പുറംകാരൻ ഇങ്ങനൊന്നും പറയാറില്ല കേട്ടോ. ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒരു വാക്കാണ് ഇപ്പോഴും പറയണേ. ഞാൻ മനസ്സാ വാച മക്കള് സത്യം ഞാൻ അറിഞ്ഞുകൊണ്ട് തെറ്റിദ്ധരും ഉള്ള എല്ലാ ഉടായ്പും ചെയ്യുക. എന്നാൽ അവസാനം മനസ്സാ വാച കർമ്മണ എൻ്റെ മക്കള് പടച്ചോൻ ദൈവത്തിന്റെ പേരിലൊക്കെ കണ്ട് സത്യം ചെയ്തു കഴിഞ്ഞാൽ ആ ഭയങ്കര ഈമാനുള്ള കുട്ടിയാന്നൊക്കെ പറഞ്ഞ് കൊറോണ പിന്നാലെ ഉണ്ടാവും. ഇയാൾ മാത്രമല്ല കേട്ടാ, ഇങ്ങനെ ഇനിയിപ്പോ സിനിമാ സ്റ്റൈലില് ഡയലോഗിന്റെ പുറകിലൊക്കെ മ്യൂസിക് ഒക്കെ കുത്തിക്കയറ്റിയിട്ടുള്ള വേറെ ഒരുത്തൻ കൂടിയുണ്ട്. ലവന്റെ പേര് കരിപ്പൊടി എന്നാണ്. കാദർ കരിപ്പൊടി ഇതേപോലൊരു വീട് വെക്കാൻ വെച്ചിട്ടുണ്ടെന്നേ, ഒന്ന് കേട്ടോക്കൂ. ഇവർ 12 ദിവസങ്ങളേ ഉള്ളൂ ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ വേണ്ട. കടം തീർന്നാൽ തന്നെ ഏകദേശം സമയം പിന്നെ ഈ മനുഷ്യന് ഈ അവസ്ഥയിലും ഇത് പറയുന്നുണ്ടെങ്കിൽ എനിക്ക് ഇദ്ദേഹത്തെ ചേർത്ത് നിർത്തിയിട്ട് നിങ്ങളോടൊക്കെ പറയാനുള്ളത് സമയമില്ല. 1000 രൂപയുടെ ഒരു ടിക്കറ്റ് ഈ മനുഷ്യന് വേണ്ടിയിട്ട് നിങ്ങൾ എടുക്കുക. ഇത്രയും മനോഹരമായ എന്താണോ വീട് നോക്കി തന്റെ ആഗ്രഹം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള, അതായത് വിൽക്കാൻ വേണ്ടിയിട്ട് നിർമ്മിച്ച ഒരു സംഭവം. എന്തിനാണ് ഇങ്ങനെ മണിമന്ദിരങ്ങളൊക്കെ പറയുന്നത്? തന്റെ 2 കുട്ടികൾക്കും ഭാര്യയ്ക്കും സ്വസ്ഥതയോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ മനോഹരമായ വീടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടുക്കള ചെറുതാ. നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ 100% അദ്ദേഹത്തിന് സമാധാനം കിട്ടുമെന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ട്. എങ്കിൽ അദ്ദേഹത്തിന്റെ ലക്ഷ്യമായിട്ടുള്ള 20,000 ടിക്കറ്റിലേക്ക് നിങ്ങൾ ഇനി ജൂൺ 25-ലേക്കാകുമ്പോൾ എത്തിക്കുക. ഒരു ടിക്കറ്റ് ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കൂല. ചേർത്ത് നിർത്തുകയായി മനുഷ്യൻ ഈ കാണുന്ന കാരണം ഒന്ന്, ഞാൻ എടുക്കാത്തതിന് ഒന്ന്, ഇത് നിയമവിരുദ്ധമായിട്ടുള്ള പരിപാടിയാണ്. ലോട്ടറിക്കൊക്കെ ഇങ്ങനെ നടത്തണമെങ്കിൽ നിയമവിരുദ്ധമായ പരിപാടിയാണ് നടക്കണേ. എന്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾക്ക് പോലീസും നമ്മുടെ നിയമ സംവിധാനങ്ങളും എത്താത്ത ഒരു പിടുത്തം കിട്ടുന്നില്ല? എന്തായാലും ഇങ്ങനെ 2 ഉടായ്പകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇപ്പോ രേണു സുധു കൂടി ഇറങ്ങിയിട്ടുണ്ട് ഇങ്ങനെ വീട് വിൽക്കാൻ വേണ്ടിയിട്ട്. കണ്ടോക്ക്. 500 രൂപ വീടാണ് ഗൈസ്. വേറെ നല്ല 2500 സ്ക്വയർ ഫീറ്റ് കിട്ടിലും വീട് നിങ്ങളെ കാത്തിരിക്കുകയാണ്. വീട് മാത്രമല്ല 2ാം സമ്മാനം എന്ന് വരുന്നത് പുതിയൊരു അടിപൊളി സ്വിഫ്റ്റ് ആണ്. അതുപോലെ തന്നെ 3ാം സമ്മാനം എന്ന് പറയുന്നത് ജാവയുടെ ഒരു അടിപൊളി ബൈക്കാണ് ഗൈസ്. അതെ, 4ാം സമ്മാനമായിട്ട് വരുന്നത് 5 പേർക്കുള്ള ഒരു അടിപൊളി സ്കൂട്ടിയാണ് ഗൈസ്. അതുപോലെ 5ാം സമ്മാനമായിട്ട് വരുന്നത് 50 പേർക്കുള്ള സ്വർണ്ണ നാണയം. മലപ്പുറത്തുള്ള വണ്ടൂരിലാണ് ഈ ഒരു അടിപൊളി പ്രോപ്പർട്ടി ഉള്ളത്. സത്യം പറയുകയാണെങ്കിൽ നിങ്ങളാണ് ഒരു ഭാഗ്യശാലി. കാരണം നിങ്ങൾ ലൈവ് ആയിട്ടാണ് ഇത് നറുക്കെടുക്കുന്നത്, നിങ്ങളുടെ മുന്നിൽ വെച്ചാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ഈ വീട് കാണാൻ നിങ്ങൾക്ക് ഒരു കിട്ടുന്ന ഓഫറാണ്. ഇതേപോലെ ലൈവായിട്ട് പാണ്ടിക്കാട് കുഞ്ഞെടുത്ത് ഇടത് കൈ കൊണ്ട് തപ്പി 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 അവസാനം അടിയിൽ ഒട്ടിച്ച് സാധനം എടുത്തു തുറന്ന് ലൈവായിട്ടാണ് സുഹൃത്തുക്കളെ. ഇതാരും മേടിക്കാൻ പോകുന്നില്ല. ഇനി മേടിക്കുന്നവരുണ്ടല്ലോ മഹാ പറ്റിപ്പന്മാര്, അല്ലെങ്കിൽ എന്ത് സംഗതി ഉണ്ടെങ്കിലും അതിലൊക്കെ ചാടാൻ പോകുന്ന ആൾക്കാരാ. വീടിനുള്ളിലെ വിശാലമായിട്ടുള്ള ഹാൾ ഏരിയയിലാണ് നമ്മളിപ്പോ ഇരിക്കുന്നത്. കിട്ടില്ലെന്ന് പറഞ്ഞാൽ 3 ബെഡ്റൂം ഉണ്ട് കേട്ടോ. സൂപ്പർ ബെഡ്റൂം ആണ്. ബാൽക്കണി അടിപൊളി വിഷ്വൽസ് ആണ്. അടിപൊളി കിച്ചണും ഉണ്ട്. അടിപൊളി കിച്ചൺ ഉണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് നേരെ മുകളിലേക്ക് പോവാം. ബാക്കി എല്ലാം നമുക്ക് കാണാം. അപ്പൊ ഗൈസ് ഒരു 500 രൂപ ഉണ്ടെങ്കിൽ ഈ ഒരു അടിപൊളി വീട് നിങ്ങൾക്ക് സ്വന്തമാക്കട്ടോ. അപ്പൊ നമ്മളിതിന് മുകളിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടുത്തെ
ഇന്നത്തെ കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി വിഷ്വൽസ് പറഞ്ഞ കാഴ്ചയാണ്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ബാക്കിയും കൂടി ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇതിന്റെ ബാൽക്കണിയിലെ വ്യൂയിലേക്കാണ് നമ്മൾ വരുന്നത്. നല്ല അത്യാവശ്യം നല്ല വെട്ടവും വെളിച്ചവും വായും ഒക്കെ ഉള്ള രണ്ടൊന്നല്ല വെട്ടം വിളിച്ച് അതുപോലെ റോഡ് സൈഡ് ആണല്ലേ. അതെ, റോഡ് സൈഡിലാണ് ഈ സ്ഥലം. അടിപൊളിയാണ്, നല്ല വിഷ്വൽസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ എടുത്തു പറയുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഒരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കുന്ന ഡേറ്റ് എന്ന് പറഞ്ഞാൽ August 15. വീട് മാത്രമല്ല, മനസ്സിലല്ലേ? അപ്പൊ രേണു സുധി കൂടി നാട്ടുകാരെ പറ്റിക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ എത്ര നിയമവിരുദ്ധമായിട്ടുള്ള പരിപാടി എന്ന് അറിയാവോ? പിന്നെ നിയമവിരുദ്ധ പരിപാടിക്ക് രേണു സുധിക്ക് എത്ര കിട്ടും, ഇനി ആ ചെക്കൻ എത്ര കിട്ടും എന്ന് അറിയേണ്ടത്. ഗംഭീരമായിട്ടുള്ള വീടാ, 500 റുപ്യക്ക്. അങ്ങനെ 500 റുപ്യക്ക് ഏകദേശം നാട്ടുകാർ മുഴുവൻ ചിലപ്പോൾ ടിക്കറ്റ് എടുത്തു 500 റുപ്യയിലുള്ളൂ. അവസാനം ആ വീടിനുള്ളതും ആ പറമ്പിനുള്ളതും അവിടെ ആ ഉള്ളിലുള്ള ഫർണിച്ചറിനേക്കാളും കോടികള് ഇത് വിൽക്കാൻ വെച്ച ആൾക്കാർ ഉണ്ടാക്കും. അതിൽ നിന്ന് വലിയൊരു തുക രേണു സുധിക്കും, അതിന്റെ വലിയൊരു തുക ആ ചെക്കനും കിട്ടും. ചെക്കൻ കുറെ കാലമായി ഇപ്പൊ രേണു സുധിനൊപ്പം പോകാമെന്ന്. എന്തിലൊക്കെ അവരവരുടെ ജീവിതമായി, നമ്മളിപ്പോ എന്തിനാ അവരുടെ ജീവിതത്തിലൊക്കെ കയറിയിടാറുണ്ട് അല്ലെ? എന്തായാലും സുഹൃത്തുക്കളെ, ഇത് മഹാ ഉടായിപ്പാണ്, മഹാ ഉടായിപ്പ്. ബൈ.